ഇന്ന് രാവിലെ തന്നെ വീട് കരച്ചിലും ബഹളുമാണ്. വേറെ ഒന്നുമല്ല, ജിനുവിന്റെ വീട്ടിലേക്ക് പോവാണ്. ഒപ്പം ജാൻവി ഉണ്ടാവുമല്ലോ, നാളെ തന്നെ തിരിച്ചു വരും. പക്ഷെ ജാൻവിക്ക് ആര്യനെയും ഇനുവിനെയും അന്നുമോളെ വിട്ടുപിരിയാനുള്ള ആ ഒരു വിഷമം. ജിനുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് ജിനുവിന്റെ ഉപ്പമ്മയൊക്കെ വന്നിട്ടുണ്ട്. കുറെ നേരമായിട്ട് അവർ വെയിറ്റിംഗ് ആണ്. ജിനുവിന്റെ ആ നിൽപ്പ് കണ്ടോ, എന്താ രസം. ഇനി എന്ത് ചെയ്യും മല്ലിക എന്നുള്ളത് നിർത്താണ് കേട്ടോ. കാർക്ക് കയറി പോയി തുടങ്ങിയാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് റെഡി ആവും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. ആ ഒരു പ്രതീക്ഷയിൽ അവളെ എടുത്ത് പോയിട്ടുണ്ട്. എന്റെ പനിയും ചോമയൊന്നും മാറിയിട്ടൊന്നുമില്ല, പക്ഷെ പുറത്തു പോവലിനൊരു കുറവുമില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ഈവനിങ് ആയപ്പോ നല്ല പൊളപ്പൻ മഴയുണ്ട് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്ത ഉടനെ തന്നെ നല്ല വിശപ്പ് അങ്ങോട്ട് വന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ. പക്ഷെ ഇറങ്ങിയ കാര്യങ്ങളിൽ ഒന്നെങ്കിലും ആദ്യം നടക്കട്ടെ, എന്നിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. എന്റെ ഒരു സ്പെക്സ് നല്ല ലൂസായി മുഖത്തുനിന്ന് ഇങ്ങനെ വീണോണ്ടേ ഇരിക്കുന്ന ഒരു പരുവത്തിലായിരുന്നു. അപ്പൊ അതൊന്ന് ടൈറ്റ് ചെയ്യണം. അങ്ങനെ അത് ഷോപ്പിൽ കയറി അത് ആദ്യം കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഹണ്ടിങ് തുടങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒറ്റ കണ്ണട പോലും ഇന്ന് വാങ്ങരുത് എന്ന്. അപ്പൊ ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കാലോ എന്ന് വിചാരിച്ചു അവിടെ ഉള്ള എല്ലാ സ്പെക്സും ഒന്ന് ഓരോന്നായി വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. ഞാനും ബാബിയും. അവളുടെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ബ്ലൂ സ്പെക്സ് വരെ അവള് വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ആ പൾസ് അറിഞ്ഞാവണം. അവിടുത്തെ ആളും ഞങ്ങൾക്ക് ഇങ്ങനെ മോട്ടിവേഷനിൽ ഓരോ സ്പെക്സ് എടുത്തു തരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാളും ഓരോ കൂളിംഗ് ഗ്ലാസും വാങ്ങിയിട്ടാണ് അവിടുന്ന് ഇറങ്ങിയത്. ഇതല്ല കേട്ടോ. അങ്ങനെ ഒരു കാര്യം നടന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് ഫുഡ് കഴിക്കാൻ കയറാം അല്ലെ. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലം തപ്പി പിടിച്ച് കയറി. ബർത്ത്ഡേ ഡെക്കറേഷൻ കണ്ട് തെറ്റിദ്ധരിക്കണ്ട, ഞങ്ങൾ രണ്ടാളെ ബർത്ത്ഡേയും ജൂലൈയിലാണ്. അവള് ജൂലൈ 27, ഞാൻ ജൂലൈ 28. എന്താ പൊരുത്തല്ലേ. അവിടുന്ന് ഞങ്ങള് 1-2 സാധനങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചു. ഞങ്ങൾ ഷെയർ ചെയ്തിട്ട് അങ്ങനെ ബർഗർ വരെ ഒന്ന് ഷെയർ ചെയ്ത് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇറങ്ങിയ രണ്ടാമത്തെ മെയിൻ കാര്യം അതിലേക്ക് അങ്ങോട്ട് കടന്നു. നാളെ മമ്മീന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ അതിന് മമ്മിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങാനാണ് ഞങ്ങൾ മെയിൻ ആയിട്ട് ഇറങ്ങിയത്. ഞങ്ങൾ ആലോചിച്ച് വാച്ചിലാണ് എത്തിയത്. മമ്മിക്ക് നോക്കണതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾക്കും നോക്കിണ്ടായിരുന്നു. വാങ്ങാനല്ല, ജസ്റ്റ് ഒരു രസം. ഈ ഒരു പച്ച വാച്ച് എങ്ങനെയുണ്ട്, ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കയ്യിൽ ഇട്ടെന്ന് പോലും അറിയണില്ല, അത്രയും ലൈറ്റ് വെയിറ്റ്, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം അവിടെ തിരിഞ്ഞു കളിച്ച് മമ്മിക്കുള്ള ഗിഫ്റ്റും വാങ്ങിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു ഡ്രൈവ് ഇടാൻ തീരുമാനിച്ചു. ജസ്റ്റ് ഫോർ ഫൺ. നല്ല മഴ ഉണ്ടായിരുന്നു, നല്ല കാലി റോഡ്. പിന്നെ അങ്ങോട്ട് പോന്നു. മുംബൈയിലേക്ക് 1168 കിലോമീറ്റർ കുറച്ച് അങ്ങോട്ടേക്ക് പോയി. നല്ല മുക്കാബല പാട്ടും കേട്ടിട്ടാണ് ഞങ്ങൾ പോക്ക്. പിന്നെ ഞങ്ങൾ ആ വഴിക്ക് അങ്ങോട്ട് മുംബൈയിൽ എത്തോന്ന് പേടിച്ചപ്പോ ഞങ്ങൾ തിരിച്ച് റിട്ടേൺ അടിച്ചു. വൈബ് അങ്ങോട്ട് കൂടിയപ്പോ വിശപ്പും അങ്ങോട്ട് കൂടി. അപ്പൊ പിന്നെ ഞങ്ങൾ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചിട്ട് ബ്രൗൺ ടൗണിൽ അങ്ങോട്ട് കയറി. പിന്നെ അവിടുന്ന് നല്ലൊരു ഒരു സീ ഫുഡ് പാസ്തയൊക്കെ ഇങ്ങോട്ട് ഓർഡർ ചെയ്തു. അത് ഞങ്ങൾ ഷെയർ ചെയ്ത് ഇങ്ങോട്ട് കഴിച്ചു. അതിനുശേഷം മമ്മിക്ക് അവിടുന്ന് ഒരു കേക്കും വാങ്ങിട്ടോ. പിന്നെ ഒട്ടും മന്ദിച്ചില്ല, വേഗം വീടെത്തി. 12 മണിയായപ്പോ തന്നെ കേക്ക് അങ്ങോട്ട് സെറ്റ് ആക്കി ടേബിളിൽ. കേക്ക് കണ്ട ഉടനെ തന്നെ മമ്മി ഊതിക്കെടുത്തി അറഞ്ചോ അങ്ങോട്ട് കട്ട് ചെയ്തു. അതിനൊരു വൈബ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂകി വിളിച്ച് കൊട്ടിപ്പാടുന്നുണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്ത് മമ്മി എല്ലാവർക്കും കൊടുത്തു. ഇനി ഗിഫ്റ്റിന്റെ സെക്ഷൻ ആണ്. മക്കളുണ്ടാക്കിയ ഗ്രീറ്റിംഗ് കാർഡ്സ് ആണ് അതിൽ. അതൊന്ന് വൈബാക്കാൻ ബാബി അതിലേക്ക് ഒരു പ്ലാന്റ്സും ഫ്ലവേഴ്സ് ഒക്കെ വെച്ചു കൊടുത്തിട്ടോ. മമ്മിക്ക് അത് ഇഷ്ടമായി. അതിനുശേഷം ഞങ്ങളെ വാച്ചും കൊടുത്തു. ആ സമയത്ത് കേക്ക് കിട്ടാത്ത വിഷമത്തിലാ തോന്നുന്നു. ടോട്ടോ ലിയും ജുബിന്റെ ബാബിന്റെയും ചെരുപ്പ് കഷ്ണാക്കി മുറിക്കണുണ്ടായിരുന്നു. ചീത്ത കേട്ട് രണ്ടാളെ കിളി പോയിട്ടോ. അപ്പൊ ശരി.